ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊന്ന് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഞാനും മീനും ആണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബൊട്ടീക്കാണ് കേട്ടോ. അയാം എന്നാണ് ഇതിൻ്റെ പേര്. അയാം ഫാഷൻ സ്റ്റോറ്. ഇൻസ്റ്റഗ്രാമിലൊക്കെ അത്യാവശ്യം ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവരുടെ കളക്ഷൻസ് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. നല്ല അടിപൊളി കളക്ഷൻസാണ്. കാഷ്വൽ വെയർ ആയാലും പാർട്ടി വെയർ ആയാലും പിന്നെ കിഡ്സ് വെയറും ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ സിമ്പിളായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് സിമ്പിളായിട്ടുള്ള ഡിസൈനിൽ നല്ല ഭംഗിയുള്ള ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ സ്റ്റോർക്ക് ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. ഒരുപാട് കേട്ടിട്ടുണ്ട്, പലരുടെ വീഡിയോസിലും കണ്ടിട്ടുണ്ട്. നമ്മുടെ അടുത്തായിട്ട് പോലും എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് ഞങ്ങളങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് അവളുടെ കസിൻ്റെ മിനുവിന് അവളുടെ കസിൻ്റെ എന്തോ കല്യാണം നിക്കാക്കുണ്ട് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ. ഇത് കണ്ടോ, റെഡ് കളറിലൊക്കെ പല സിമ്പിളായിട്ടും അത്യാവശ്യം വർക്കിലും ഒക്കെ നല്ല ഡിസൈൻസിൽ വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ നല്ല സാധനത്തിന് അത്യാവശ്യം നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും. അപ്പം നല്ല ഭംഗിയുള്ളതിന് നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ നോക്കിയതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. പിന്നെ ബാക്കിയുള്ളതിൻ്റെ അവസ്ഥയൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ കയറി വന്നപ്പോൾ താഴെയുള്ള കളക്ഷൻസ് ഒന്നും ശ്രദ്ധിച്ചില്ല കേട്ടോ. താഴെ സത്യം പറഞ്ഞാൽ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. വെസ്റ്റേൺ വെയറിലും ക്രോപ്പ് ടോപ്സിലും കോഡ് സെറ്റിലും ഒക്കെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. കാരണം അവിടെ നിന്ന് കിട്ടിയില്ല ഡ്രസ്സ്. കാരണം അവൾക്ക് ഓക്കെ ആയത് അവിടെ നിന്ന് കിട്ടിയില്ല. സൈസിൻ്റെ ചെറിയ പ്രശ്നം കൊണ്ടാണ്. പിന്നെ ഞങ്ങൾ നേരെ ഫാമിലിയിലേക്കാണ് പോയത്. മഞ്ചേരിയുള്ള ഫാമിലി വെഡ്ഡിങ് സെൻറ്ററിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പം ഞങ്ങളങ്ങനെ കയറി നേരെ പാർട്ടി വെയറിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ പോയത്. അവിടെ നിന്നാണ് ഞങ്ങൾ നോക്കിയത്. അപ്പോൾ അവിടെ നിന്ന് അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സ് കിട്ടിയിട്ടോ. അപ്പോൾ അങ്ങനെ അത് ട്രയലൊക്കെ നോക്കി ഓക്കെ ആയപ്പോൾ അതെടുത്തിട്ടുണ്ടേനു. ഇവിടെ പിന്നെ നമുക്ക് ഏത് സൈസിലും ഏത് തരം ഡ്രസ്സ് വേണമെങ്കിലും കിട്ടും. ഈ വലിയ ടെക്സ്റ്റൈൽസ് വന്നാലുള്ളൊരു മെച്ചം അതാണ് കേട്ടോ. നമുക്ക് എന്ത് വേണമെങ്കിലും അവിടെ തന്നെ ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ അതെടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ഡെയിലി വെയറിൻ്റെ സെക്ഷനിലേക്കാണ് പോയത്. അങ്ങനെ അവിടുന്ന് കുറച്ച് ടോപ്സും കാര്യങ്ങളൊക്കെ എടുത്തു. അവിടെ ട്രയൽ നോക്കാൻ പോയ ടൈമിൽ എനിക്ക് ഇതൊക്കെയാണ് കേട്ടോ പണി. മിറർ കണ്ടാൽ പിന്നെ വിടൂല. ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഒക്കെ മസ്റ്റാണ്. പിന്നെ ഇതാ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചേച്ചി വെള്ളമൊക്കെ കൊണ്ടു തന്നു. ഷാൾ നോക്കുന്ന ടൈമിൽ ഞങ്ങളോട് ചോദിച്ചു വെള്ളം കുടിച്ചതാണോ ചോദിച്ചിട്ടോ. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി കൊണ്ടു തന്നതാണ്. പിന്നെ അതൊക്കെ എടുത്ത് ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവിടെ തന്നെ ഫാൻസിയും കോസ്മെറ്റിക്സും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കോസ്മെറ്റിക്സ് ഐറ്റംസ് വാങ്ങാനുണ്ടായിരുന്നു. വാങ്ങിയത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ലിപ്സ്റ്റിക്ക്, ഐലൈനർ, കോമ്പാക്റ്റ്, കാജൽ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസാണ് കേട്ടോ വാങ്ങിയത്. കാരണം എനിക്ക് വേണ്ടിയിട്ടല്ല, മിനുവിന് വേണ്ടിയിട്ടാണ്. അവൾ കാക്കാൻ്റെ അടുത്തേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നാട്ടിൽ യൂസ് ചെയ്തതൊക്കെ ഏറെക്കുറെ ഡേറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എക്സ്പയർ ആയിട്ടുണ്ടേനെ. അപ്പം അതൊക്കെ ഒന്ന് പുതിയത് വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പം ഓൾക്ക് ഈ കോസ്മെറ്റിക്സ് ഐറ്റംസിനെ കുറിച്ച് വലിയ ഐഡിയയും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടാവും വന്നപ്പോൾ വാങ്ങി വരാഞ്ഞത്. സാധാരണ നമ്മളൊക്കെ പുറത്ത് പോയാൽ അവിടെ നിന്നൊക്കെ അല്ലേ വാങ്ങുക. ഓൾ മേക്കപ്പ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒന്നും വാങ്ങിയിട്ടില്ല. ഒക്കെ നാട്ടിൽ വന്നിട്ട് ഇവിടെ നിന്നാണ് കേട്ടോ വാങ്ങിയത്. അപ്പം അങ്ങനെ അതൊക്കെ വാങ്ങിയതിന് ശേഷം ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് പോവാണ്. യാമിനെ വീട്ടിലിറക്കി കിടത്തിയിട്ടാണ് ഞാൻ പോകുന്നത്. ഞാനും സ്കൂളിലേക്കും പോയിട്ടുണ്ടേനും. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.